മഗധീര ഈഗ ബാഹുബലി RRR പോലുള്ള ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന് ഡയറക്ടർ SS രാജമൗലി ഏറ്റവും പുതിയതായി മഹേഷ് ബാബുവിന് വേണ്ടി ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു വാരണാസി എന്ന പടം. ഈ ഒരു പടത്തിൽ ഏകദേശം 90% വരുന്ന ഷൂട്ടൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. പടത്തിന്റെ ടീം ഇപ്പോൾ കറന്റ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു ബുൾ സീക്വൻസ് ഒക്കെ തന്നെയാണ്. ഈ ഒരു ചിത്രത്തിന് OTT ഡീൽ ഫൈനലൈസേഷൻ ഒക്കെ ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റിന് മുമ്പേ നടന്നിട്ടുണ്ടെന്ന് ഇപ്പോൾ കൺഫേം ആക്കിയിരിക്കുകയാണ്. സിംബുവിനെ നായകനാക്കി ഇപ്പോൾ വെട്രിമാരൻ ഡയറക്ട് ചെയ്തിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് അരസൻ എന്ന ചിത്രം. പടത്തിൽ വിജയ് സേതുപതി എന്ന നെക്സ്റ്റ് ഷെഡ്യൂളിൽ ജോയിൻ ചെയ്യുമെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. പുള്ളി ഒരു പോലീസ് ഓഫീസറിന്റെ വേഷത്തിലായിരിക്കും എത്തുക എന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. അതിന് തന്നെ കമന്റ് സബ്ലൈനിലൂടെ തന്നെ വരാം. കമന്റ് വഴി ആദ്യം ചോദിച്ചിട്ടുള്ളത് ബാഹുബലി 3യുടെ ആനിമേഷൻ ആ ഒരു മൂവിയെ പറ്റിയാണ്. ഇപ്പോൾ പ്രഭാസ് തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് അതിനെ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ബാഹുബലി 3യുടെ ആനിമേഷൻ പരിപാടികളൊക്കെ തന്നെ ഈ ഒരു വർഷം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ തന്നെ പ്രദർശിപ്പിക്കുമെന്നാണ്. അടുത്തായി ചോദിച്ചുള്ളത് അരമനൈ 5 നെൽസന്റെ നെക്സ്റ്റ് മൂവിയെ പറ്റിയാണ്. അരമനൈ 5 എന്ന് പറയുന്നത് ഇപ്പോൾ സുന്ദർ സിയുടെ ഇപ്പോൾ വിശാൽ പടത്തിലാണ് പുള്ളി കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു പടത്തിന് ശേഷം അരമനൈ 5 സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. നെൽസന്റെ നെക്സ്റ്റ് മൂവി ആ ഒരു രജനീകാന്ത് കമലഹാസൻ റീയൂണിയൻ പരിപാടിയായിരിക്കുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടുണ്ട്. അടുത്തായി ചോദിച്ചുള്ളത് രാമായണ എന്ന ചിത്രത്തെ പറ്റിയാണ്. പടത്തിന്റെ ഇപ്പോൾ കറന്റ് ബിസിനസ് പരിപാടികളൊക്കെ തന്നെയാണ് ഡിസ്കഷൻ നടന്നു പോകുന്നത്. പടത്തിന്റെ ഷൂട്ടും പരിപാടികളും പ്രോപ്പർലി ഇതുവരെയായിട്ട് കംപ്ലീറ്റ് ആയിട്ടില്ല. ഷൂട്ടൊക്കെ ഇപ്പോൾ നിലവിൽ നടന്നു പോവുകയാണ്. അടുത്തായി ചോദിച്ചുള്ളത് ARM എന്ന ചിത്രത്തിന്റെ ഡയറക്ടർ ജിതിൻ ലാലിന്റെ നെക്സ്റ്റ് മൂവി ഏതാണ്. ലാലേട്ടനെയും പൃഥ്വിരാജിനെയും വെച്ച് നെക്സ്റ്റ് മൂവി വരുന്നുണ്ടെന്ന് പറഞ്ഞു. ബട്ട് അവർക്കിപ്പോൾ അറിയാമല്ലോ കറന്റ് കിടിലെ ലൈനപ്പ് ഒക്കെ ഉള്ളതുകൊണ്ടൊക്കെ തന്നെ അവരെ വെച്ച് പടം വരാനുള്ള ചാൻസ് കുറവാണ്. വരുവാണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഡിലേ ആകുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. ഷാരൂഖ് ഖാന്റെ ലീഡിൽ പുറത്തിറങ്ങിയിരിക്കുന്ന ഏറ്റവും പുതിയ ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ് കിങ് എന്ന ചിത്രം. പടം ഈ വരുന്ന ക്രിസ്മസ് റിലീസാണ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. പടത്തിന്റെ ഒഫീഷ്യൽ ടീസർ നാളെ വരുമെന്നായിരുന്നു പറഞ്ഞിട്ടുള്ളത്. ബട്ട് ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ മൂലം ചിത്രത്തിന്റെ ടീസർ ഈ വരുന്ന നവംബർ 2 പുറത്തിറങ്ങുകയെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിട്ടുണ്ട്. മേ ബി നാളെ ഒരു പോസ്റ്ററൊക്കെ തന്നെ എക്സ്പെക്ട് ചെയ്യാനാണ് അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. സമന്ത ലീഡ് റോളിൽ എത്തിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു മായന്തി ബംഗാരി എന്ന ചിത്രം. ഈ ഒരു പടം ഇപ്പോൾ ആന്ധ്ര തെലങ്കാന പ്രദേശങ്ങളിൽ നിന്ന് 26 കോടി രൂപയും തമിഴ്നാട്ടിൽ നിന്ന് 3 കോടി രൂപയും ഓവർസീയിൽ നിന്ന് $1.700 കളക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ മണി കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 16 കോടി രൂപയ്ക്ക് അടുത്തോളം വരും. അങ്ങനെ ജസ്റ്റ് 5 ദിവസം കൊണ്ട് തന്നെ ചിത്രം ബില്ലുമായിട്ട് 52 കോടി രൂപ സ്വന്തമാക്കി തിയേറ്ററിൽ വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ വിജയമായിട്ടുണ്ടെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. സമന്തൻ്റെ കരിയറിലെ തന്നെ ഹയസ്റ്റ് ഗ്രോസർ എന്ന റെക്കോർഡും ഈ ഒരു ചിത്രം തന്നെ സ്വന്തമാക്കും. സൂര്യയുടെ ലീഡിൽ പുറത്തിറങ്ങിയിരിക്കുന്ന ഏറ്റവും പുതിയൊരു ഫാമിലി എൻറ്റർടൈനർ ചിത്രമാണ് വിശ്വനാഥ് ആൻഡ് സൺസ് എന്ന ചിത്രം. പടം വരുന്ന ഓഗസ്റ്റ് റിലീസാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓഗസ്റ്റ് 12 ആണെന്ന് തോന്നുന്നു. ഈ ഒരു ചിത്രത്തിൻ്റെ ഫൈനൽ ഷെഡ്യൂളിലുള്ള ഷൂട്ടും പരിപാടികളൊക്കെ തന്നെയാണ് ഇപ്പോൾ അന്നപൂർണ്ണ സ്റ്റുഡിയോസിൽ വെച്ച് നടന്നു പോകുന്നത്. യെസ്റ്റർഡേ സൂര്യയുടെ പോർഷൻസിലുള്ള ഷൂട്ടും പരിപാടികളൊക്കെ തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഏകദേശം 3 ദിവസത്തോളം വരുന്ന ഒരു പാച്ച് വർക്കും ഷൂട്ടും പരിപാടികളൊക്കെ തന്നെയാണ് ഇനിയും ബാക്കി നിൽക്കുന്നത്. അതോടുകൂടി തന്നെ പടം മൊത്തത്തിൽ കംപ്ലീറ്റ് ആകുമെന്ന് ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. കാർത്തിയുടെ ലീഡിൽ പുറത്തിറങ്ങാതിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് സർദാർ 2 എന്ന പടം. പടം വരുന്ന സെപ്റ്റംബർ റിലീസാണ് ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് റിലീസ്. ബട്ട് പ്രോപ്പർ ഡേറ്റ് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. ഈ വരുന്ന സെപ്റ്റംബർ 11 ചിത്രം വലുതായിട്ട് തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുന്നതാണ് ഇപ്പോൾ അപ്ഡേറ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. നമ്മുടെ മലയാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു ബാലൻ എന്ന ചിത്രം. പടത്തിന് ഏകദേശം 18 കോടി രൂപയോളമായിരുന്നു ബഡ്ജറ്റായി വന്നിട്ടുള്ളത്. പടം ഇതുവരെ ഏകദേശം ഒരു 20 കോടി രൂപയ്ക്ക് അടുത്തോളം വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഒരു വലിയ സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു പടത്തിന് കിട്ടാവുന്നത് വെച്ച് ബെസ്റ്റ് കളക്ഷനൊക്കെ ഈ ഒരു ചിത്രത്തിന് എപ്പോഴും കിട്ടുന്നുണ്ട്. ഒരു കിടില ഹോൾഡൊക്കെ ഇപ്പോഴും ഈ ഒരു ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. ജൂനിയർ ഇന്ത്യയുടെ ലീഡിൽ പ്രശാന്തിൻ്റെ ഡയറക്ഷനിൽ പുറത്തിറങ്ങിയിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ഡ്രാഗൺ എന്ന ചിത്രം. പടത്തിൻ്റെ ഒരു ലോങ് ഷെഡ്യൂൾ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. പടം നെക്സ്റ്റ് ഇയർ ആണ് വെള്ളുമായിട്ട് തിയേറ്റർ റിലീസിനെത്തുന്നത്. ലാലേട്ടൻ്റെ ലീഡിൽ പുറത്തിറങ്ങാണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് L367 എന്ന പടം. പടത്തിന് ഏതായിട്ടും പേരൊന്നും നൽകിയിട്ടില്ല. മേപ്പടിയൻ ചിത്രത്തിൻ്റെ ഡയറക്ടറാണ് ഈ ഒരു പടം സംവിധാനം ചെയ്തൊരുക്കുന്നത്. ഈ ഒരു പടത്തിൽ നായികയായി ഭാഗ്യശ്രീ വരുമെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റൂമറുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ഇത് ഒഫീഷ്യലി എവിടെയും കൺഫേം ആക്കിയിട്ടില്ല. പടത്തിൻ്റെ ഷൂട്ടും പരിപാടികളൊക്കെ തന്നെ ഉടനെ തുടങ്ങാനാണ് ചിത്രത്തിൻ്റെ ടീം ഇപ്പോൾ നിലവിൽ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിമനോഹരത്തിൻ്റെ ഒക്കെ ഷൂട്ടിലായിപ്പോയി. അതിനുശേഷം ഈ ഒരു പടം സ്റ്റാർട്ട് ചെയ്യുമെന്ന് ഒഫീഷ്യലി കൺഫേം ആക്കിയിരിക്കുകയാണ്. നെസ്ലിൻ്റെ ലീഡിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഏറ്റവും പുതിയ ചിത്രമായിരുന്നു മോളിവുഡ് ടൈംസ് എന്ന പടം. ഈ ഒരു പടത്തിന് അത്യാവശ്യം നല്ല റെസ്പോൺസ് ഒക്കെ എല്ലായിടത്തും കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് എല്ലാവർക്കും പറ്റി അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ദഹിക്കുന്ന ഒരു പടം അല്ലായിരുന്നു. അതിൻ്റേതായ കാര്യങ്ങളും പിന്നെ സ്കൂൾ ടൈമൊക്കെ സ്കൂൾ ഓപ്പൺ ചെയ്ത ടൈമിൽ ഈ ഒരു പടത്തിന് റിലീസ് വെച്ചുകൊണ്ടൊക്കെ തന്നെ നല്ല രീതിയിലുള്ള ഒരു ഗ്രോസ് കളക്ഷൻ ഈ ഒരു പടത്തിന് കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ ചിത്രത്തിന് ഒരു പ്രോപ്പർ തിയേറ്ററിക്കൽ സക്സസ് ഒന്നും നേടിയെടുക്കാൻ സാധിച്ചില്ല. ഏകദേശം 20 കോടി രൂപയ്ക്ക് താഴെ മാത്രമായിരുന്നു ഈ ഒരു പടത്തിന് കളക്ഷൻ കിട്ടിയിട്ടുള്ളത്. അങ്ങനെ ചിത്രത്തിന് തിയേറ്ററിൽ വിജയിക്കാൻ സാധിക്കാതെ പരാജയപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും വലിയൊരു വിജയമാകുമെന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുള്ള പടമായിരുന്നു. ബട്ട് എല്ലാവർക്കും ദഹിക്കുന്ന പോലെ എല്ലായിടത്തു നിന്നും ഒരേ രീതിയിലുള്ള റെസ്പോൺസ് ഒക്കെ ഈ ഒരു പടത്തിന് കിട്ടില്ല രീതി കിട്ടിയിരുന്നെങ്കിൽ ഒരു ഹ്യൂജ് സക്സസ് ആയി മാറേണ്ട ഒരു പടമായിരുന്നു. ഈ ഒരു പടത്തിൻ്റെ OTT റിലീസിനായി കുറേ ആൾക്കാരായിരുന്നു കാത്തിട്ടുള്ളത്. ചിത്രത്തിൻ്റെ OTT അവകാശങ്ങൾ ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് കൺഫേം ആക്കിയിരിക്കുകയാണ്. ഈ ഒരു ജൂലൈ മിഡിനോ അല്ലെങ്കിൽ ജൂലൈ ലാസ്റ്റ് വീക്കിനോ
15-നുമായിട്ട് ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസ് ഉണ്ടായിരിക്കുമെന്ന് ഇപ്പോൾ ഓൾമോസ്റ്റ് കൺഫേം ആക്കിയിരിക്കുകയാണ്. തലൈവറിൻ്റെ പടം ആദ്യം ഇപ്പോൾ സുന്ദർ സി ഡയറക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സിബി ചക്രവർത്തിയായി. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അശ്വിൻ മാരിമുത്ത് വരുമെന്ന് വരെ കൺഫേം ആക്കിയിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ ലാസ്റ്റ് ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുകയാണ്. ധർമ്മൻ എന്നാണ് പടത്തിന് പേരായി നൽകിയിട്ടുള്ളത്. നിങ്ങൾ നേരത്തെ അറിയിച്ച പോലെ തന്നെ പുള്ളി ഈ ഒരു രജനീകാന്ത് ഈ ഒരു പടത്തിൽ ഡോക്ടറിൻ്റെ വേഷത്തിലാണ് എത്തുന്നത്. ഒരു പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് കൊണ്ട് ഞാൻ ആദ്യം ഒന്ന് ഞെട്ടി. കാരണം ഇതിന് വലിയ ഫാൻ മെയ്ഡ് ഫസ്റ്റ് ലുക്ക് ആണോ എന്ന് തോന്നി. കാരണം ആ രീതിയിലുള്ള ഒരു പടമായിരുന്നു. ഞാൻ വിചാരിച്ചത് ഇപ്പോൾ ജയിലർ പടത്തിൻ്റെയൊക്കെ ഫസ്റ്റ് ലുക്ക് വന്ന ആ ഒരു ഡീസൻസിയിലായിരിക്കും ഫസ്റ്റ് ലുക്ക് വരിക എന്ന് എക്സ്പെക്ട് ചെയ്തുകൊണ്ടായിരിക്കാം. എനിക്ക് ഫുള്ളി ഭയങ്കര സാറ്റിസ്ഫൈ ആയില്ല. ബട്ട് ഓക്കെ, കൊള്ളാം. കാരണം ഈ ഒരു പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് വെച്ച് ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഒരു പടത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് ഇതിപ്പോൾ ഇതുവരെ വന്നിട്ടുള്ള രജനി പടങ്ങളിൽ നിന്ന് എൻ്റെ ഡിഫറൻ്റ് ആയിട്ടൊരു ഐറ്റം തന്നെ ആയിരിക്കും. അല്ലെങ്കിൽ ആ ഒരു ഡോക്ടർ പരിപാടിയൊക്കെ പിടിച്ചുകൊണ്ടൊക്കെ തന്നെ അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഡ്രാഗൺ എന്ന ചിത്രത്തിലെ ഡയറക്ടറാണ്. പുള്ളിക്ക് നല്ല രീതിയിൽ തന്നെ പണി അറിയാം. അതുകൊണ്ട് രജനീകാന്തിനെ പോലെ ഒരു സ്റ്റാറിനെ കിട്ടിയതുകൊണ്ടൊക്കെ തന്നെ ചുമ്മാ പുള്ളി ഒരു പടം എടുത്ത് വെക്കുമെന്ന് തോന്നുന്നില്ല. പടത്തിൽ 8 പാട്ടുണ്ടായിരിക്കുമെന്ന് കൺഫേം ആക്കിയിട്ടുണ്ട്. അതും ഡിഫറൻറ്റ് ജോണറിൽ വരുന്ന 8 പാട്ട്. ആദ്യം തന്നെ ഒരു ഇൻട്രോ സോങ് ആണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അത് അനിരുദ്ധിൻ്റെ മ്യൂസിക്കിൽ ഒരു മാസ് ഇൻട്രോ സോങ് തന്നെയാണ്. ഈ ഒരു പടത്തിന് ഡയറക്ടറുള്ള അശ്വിൻ മാരിമുത്തു ആദ്യമായിട്ടാണ് അനിരുദ്ധുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നത്. എന്തായാലും ഇതുവരെ വന്നിട്ടുള്ള തലൈവർ ചിത്രത്തിൽ നിന്ന് ഒരു എൻ്റെ ഡിഫറൻ്റ് ആയിട്ടൊരു ഐറ്റം തന്നെ ആയിരിക്കും ആ ഒരു ഫസ്റ്റ് ലുക്ക് വഴി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും പടം മോശമാകാൻ സാധ്യതയില്ല. പടം അല്ലെങ്കിൽ പണി അറിയാവുന്ന ഒരു ഡയറക്ടർ തന്നെയാണ് ഈ ഒരു പടം സംവിധാനിച്ചൊരുക്കുന്നത്. അതിൻ്റേതായ പ്രതീക്ഷയും പരിപാടികളൊക്കെ തന്നെയുണ്ട്. എന്തായാലും ഈ ഒരു പടത്തിൻ്റെ കൂടുതലായിട്ടുള്ളൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ്സ് ഒക്കെ ഉടനെ തന്നെ പുറത്തിറങ്ങുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു പടത്തിന് കൂടുതലായിട്ടുള്ളൊരു ഒഫീഷ്യൽ കൺഫർമേഷൻ അപ്ഡേറ്റ്സിനായി കാത്തിരിക്കുക.